السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. وما تفعلوا من خير فإن الله به عليم. صدق الله مولانا الكريم. സമാദരണീയരായ ദക്ഷിണ കന്നഡ ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദരായ അധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, വേദിയിലുള്ള അഭിവന്ദരായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ആഷിർ അലി ശിഹാബ് തങ്ങൾ, കൊടകിൻ്റെ അഭിവന്ദരായ നായിബ് ഖാദിയും കേന്ദ്ര മുഷാവർ അംഗമായ അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അജയ്യനായ മാനേജറും ഈ മഹത്തായ സംഗമത്തിൻ്റെ സമ്മേളനത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയായ കെ മോയിൻകുട്ടി മാസ്റ്റർ, SKSF കന്നഡ ജില്ലയുടെ അഭിവന്ദരായ അധ്യക്ഷൻ മുഫ്തി മുഹമ്മദ് റഫീഖ് ഉദവി, കാര്യദർശി അനീസ് കൗസരി അടക്കമുള്ള വേദിയിലെ അഭിവന്ദരായ നേതാക്കന്മാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇന്നിവിടെ മുഖ്യ ഭാഷണം നടത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അജയ്യനായ സംസ്ഥാന കേരള കാര്യദർശി കൂടിയായ റഷീദ് വെള്ളായിക്കോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിച്ചു. ഒരു വിക്കായ വളണ്ടിയർക്ക് വേണ്ടുന്ന ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളെ ഉണർത്തിക്കഴിഞ്ഞു. വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളത് അതിൻ്റെ മുദ്രാവാക്യം തന്നെ വിജ്ഞാനം, വിനയം, സേവനമെന്നാണ്. നമുക്ക് ആദ്യമായി വേണ്ടത് വിജ്ഞാനമാണ്. വിജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായും വിനയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വിനയമുള്ള ഒരാൾക്ക് സേവന സജ്ജരാകുമെന്നുള്ളതാണ്. അപ്പോൾ അറിവ് നേടിയെടുക്കുകയും വിനയം നമ്മൾ ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമാണ്. ഇന്ന് ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണ്. ആദരവ് എന്ന് നഷ്ടപ്പെടുന്നുവോ അവൻ്റെ പ്രവർത്തനത്തിലും അവൻ്റെ സകലമാന ചെയ്തികളിലുമൊക്കെ തന്നെ പരാജയത്തിലേക്കുള്ളൊരു മാർഗമായിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സന്നദ്ധരായ ഭടന്മാർ നമുക്ക് വിനയം കൈമുതലാക്കണം. നമ്മുടെ സേവനപാതയിൽ വിനയാധീനരായിക്കൊണ്ടായിരിക്കണം നമ്മുടെ കൈകാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരുപാട് രംഗങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുള്ളവരാണ്. ഒരുപാട് സേവനങ്ങൾക്ക് നിങ്ങൾ സജ്ജരായവരാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന സന്ദർഭങ്ങളിൽ, അവശതർക്ക് സഹായമായി എത്തുന്ന സന്ദർഭങ്ങളിൽ വിനയം നമുക്ക് അനിവാര്യമാണ്, താഴ്മ നമുക്ക് അനിവാര്യമാണ്, സേവന സന്നദ്ധതയും നമുക്ക് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രത്യേകം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആക്റ്റീവ് സന്നദ്ധരായ സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത്. ഇതൊരു ഇബാദത്താണ്. നമ്മുടെ നിയ്യത്തുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശുഭലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വീകാര്യമാവുന്നുണ്ടെങ്കിൽ നല്ല കരുത്തുകൂടി നമുക്കുണ്ടായിരിക്കണം. ആ നല്ല കരുത്തോടുകൂടി സമസ്ത എന്ന മഹൽ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ, മഹാത്മാക്കളുടെ നിർദ്ദേശോപദേശങ്ങൾ അനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധരാണെന്ന പ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം നമ്മൾ സമ്മേളനത്തിൽ നിന്ന് ഇവിടെ വാങ്ങേണ്ടത്. ദീനു വേണ്ടി ദീർഘകാലം സേവനം ചെയ്യാനുള്ള എല്ലാ കരുത്തും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ശേഷി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാത്മാക്കളായിരിക്കും സാദാത്യങ്ങൾ, ആലിമീങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് സമസ്തയുടെ തണലിലായി വളർന്ന് സമസ്തയ്ക്ക് കരുത്തായി കൊണ്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന്
എല്ലാവിധ ഭാവുകളും നേർന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ച